ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. കമൻ്റായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയണം. നമ്മളോട് ഒരാൾ സുഖമല്ലേ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണല്ലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സുഖമല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവും. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, എല്ലാം സെറ്റായിട്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ഇന്ന് ഞാൻ എത്തിയത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ കുറച്ച് കാര്യങ്ങളും അല്ലാതെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കാം, അതിനു വേണ്ടിയാണ് ഞാൻ എത്തിയത്. നമ്മൾ പലരും ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ എന്നും ലൈഫ് എന്ന് പറയുന്നത് നമ്മുടേതല്ല, കുറച്ച് പേരൊക്കെ ഉണ്ടാവും എന്നെ പോലെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറിയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കുഞ്ഞിലെ എന്താണ് കഷ്ടപ്പാട്, എന്താണ് ബുദ്ധിമുട്ട്, എങ്ങനെയാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്, അതിൻ്റെ ആ ഒരു വാല്യൂ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വളർന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പേരുണ്ട്. നിങ്ങളുണ്ടാവും, അല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചിലതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ കൊതി മാറുന്നത്ര കഴിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ വിചാരിക്കും പഠിച്ച് ജോലിയൊക്കെ ആക്കി നല്ല ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ലാവിഷ് ആക്കണം, കുറേ ഡ്രസ്സ് വാങ്ങണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഗ്രാജുവലി നമ്മൾ ആ ഒരു സ്റ്റേജിലെത്തി. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ജോബ് കിട്ടിയിട്ട് നമ്മുടെ തുടക്കകാലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രഗിളിന്റെ അങ്ങേയറ്റായിരിക്കും. ജോബ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജോബ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആരും ഒന്നും തരില്ല. പക്ഷെ നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോരുത്തരും കയറി വരുന്നത്. കാരണം തുടക്കത്തിലൊക്കെ നമുക്ക് സാലറി ഭയങ്കര ലോ ആയിരിക്കും, നമുക്കറിയാം എല്ലാവർക്കും. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാലറി ഒക്കെ കിട്ടുന്ന ഒരു തട്ടിമുട്ടിയും പോകുന്ന ഒരു ലെവലിലേക്ക് എത്തും നമ്മൾ. പക്ഷെ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഈ കുഞ്ഞിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വാങ്ങിക്കഴിക്കണം, ഇത് വാങ്ങിക്കഴിക്കണം, ആ സാധനം വാങ്ങണം, ഈ സാധനം വാങ്ങണം, ഇതൊന്നും വാങ്ങില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇതൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ആ സ്റ്റേജിലെത്തി നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ ആവശ്യമുണ്ടോ എനിക്ക്, അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന്. കാരണം വെച്ചാൽ വണ്ടി വാങ്ങണം, സ്വന്തമായി പെട്ടെന്ന് വണ്ടി വാങ്ങണം, അങ്ങനെ കുറെ തോട്ടുണ്ടായിരുന്നു എനിക്ക്. കുറേ ഡ്രസ്സ് വാങ്ങണം. പക്ഷെ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ആ വില അറിയുന്നതുകൊണ്ടായിരിക്കും. കാരണം നമുക്ക് കുഞ്ഞിൽ പൈസേന്റെ വാല്യൂ, ഹാർഡ് വർക്കിന്റെ വാല്യൂ മീൻസ് നമ്മളത് യൂസ് ചെയ്താലല്ലേ നമുക്കത് അറിയുന്നേ. അതുവരെ നമ്മൾ ഈ വേറെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടല്ലേ നമ്മുടെ അമ്മ ആരെങ്കിലൊക്കെ ചെയ്യുന്നത്, അതെങ്ങനെയാണ് അവർ പൈസ കൊടുക്കുന്നത്, വാങ്ങുന്നത്. നമുക്കിത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവരുടെ കയ്യിൽ വരുന്നത്, ഇത്രയും അതിന്റെ പിറകെ ഇങ്ങനെയും കാര്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെ ചെലവാക്കാൻ തോന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കാരണം ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പൊറോട്ട, ഇറച്ചിക്കറിയൊക്കെ വേണം, ചിക്കൻ കറിയൊക്കെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് വാങ്ങി തന്നിട്ട് അമ്മ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കടിയോ അതൊക്കെ കഴിക്കും. അത് വിഷമാണ് അങ്ങനെ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് കൊതിയുള്ളത് കൊണ്ട് നമ്മളങ്ങ് കഴിക്കും. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല, എന്നാലും ജോലിയൊക്കെ കിട്ടി നമ്മൾ ആ ഒരു സ്വന്തമായി ഏണിങ്സ് ആക്കി കയ്യിൽ പൈസ വന്നു, അത് നമ്മളിങ്ങനെ കണക്ക് കൂട്ടി ചെലവാക്കുമ്പോഴാണ് നമുക്ക് എനിക്ക് മനസ്സിലാവുന്നത് അത് നമ്മളങ്ങനെ ചെലവാക്കാൻ നമുക്ക് തോന്നില്ല എന്നുള്ളത്. എല്ലാവരും എന്നെ പോലെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അവര് പണിയെടുത്ത് പൈസനെ കൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം, ആ ഒരു വ്യക്തിന്റെ ഇഷ്ടമാണ് അത്. അതിൽ ആരും ചോദിക്കാനും പറയാനും ആരും ആളല്ല, പാർട്ട്ണറല്ല, വീട്ടുകാരല്ല, ആർക്കും അതിൽ ചോദിക്കാനുള്ള ഒരു അവകാശവും അധികാരവും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലവർക്ക് ബ്രാൻഡഡ് ഡ്രസ്സ് മാത്രം ഇട്ട് കഴിഞ്ഞാലോ, ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാലേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അവർക്ക് അതായിരിക്കും സന്തോഷം തരുന്നത്. അവരങ്ങനെയാണ്, അവർക്ക് സന്തോഷമാണെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ, നമ്മൾ അവരെ വഴിക്ക് അങ്ങ് വിടുക, അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ കേസ് ഞാൻ എടുക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളാണ് ഞാൻ ഈ അടുത്തൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
കാരണം ഇതൊരു ഐഫോണോ സാംസങ് ഗാലക്സിയോ ഒന്നുമല്ല. എന്നിട്ടും ഞാൻ നിങ്ങളോട് ഇത് പറയുന്നതിന് കാരണം എനിക്കിത് വലുതാണ്. ഞാൻ ഈ വാങ്ങിച്ച ഫോൺ എനിക്ക് വലുതാണ്. കാരണം അതിനത്രയും ഇമ്പോർട്ടൻസും അതിനത്രയും എനിക്ക് ഹെൽപ്പും ഉണ്ട് എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ആ ഫോൺ വാങ്ങിയത്. അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചോ ആലോചിച്ച് ഒക്കെ അങ്ങനെ ഞാൻ വാങ്ങുള്ളൂ. കാരണം അത് കുറച്ചെങ്കിലും ഒരു എമൗണ്ട്, എത്ര പൈസ ആയാലും ഒരു 10 രൂപയായാലും ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ടേ ചിലവാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോൺ വാങ്ങിയതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾക്ക് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളാണ്. മെറ്റീരിയലിസ്റ്റിക് ഇൻ ദ സെൻസ് നമുക്ക് ഡ്രസ്സ് വേണം, നമുക്ക് ഫുഡ് കഴിക്കണം, നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ അതിന് പൈസ ചെലവാണ്. ഇതൊക്കെ വേണം, വേണ്ടാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാതെ ട്രാവൽ മാത്രം ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് അതാണ് ഇഷ്ടം, അവർക്ക് സന്തോഷം തരുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്, അവർ ചെയ്യട്ടെ. അതാ പറയുന്നത്. നമ്മൾ ആരെയും ഒന്നും പറയാൻ ഒരു അവകാശവും നമുക്കില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ഇപ്പൊ ഞാൻ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ഡ്രസ്സ് ഞാൻ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കണ്ണും മഞ്ഞളിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനം കണ്ട അയ്യോ അത് വാങ്ങാം, അയ്യോ ഇത് വാങ്ങാം, അങ്ങനെ എനിക്ക് തോന്നില്ല. അങ്ങനെ തോന്നാത്തതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നില്ല. എനിക്കൊരു സാധനം വേണം എന്ന് എൻ്റെ മനസ്സിലുണ്ടാവും. എനിക്കിതൊന്ന് വാങ്ങണം, അത് ഭയങ്കര ആഗ്രഹമാണെങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ നോക്കി കണ്ട് വാങ്ങും. പിന്നെ അത്ര വലിയ ആഗ്രഹം അല്ലെങ്കിൽ അത് പിന്നെ ആയാലും കുഴപ്പമില്ല എന്നുള്ളതിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യും. പക്ഷെ എനിക്കിങ്ങനെ മന്ത്ലി സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങണം, സാലറി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കുറെ ഫുഡ് ഇങ്ങനെ കഴിക്കണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ പോകണം, ഇങ്ങനെ എനിക്ക് തോട്ട് വരില്ല. അതിപ്പോ ഒരു ട്രാവലൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. കാരണം നമുക്ക് കുറെ എക്സ്പീരിയൻസ് തരുന്ന ഒരു സാധനമാണ് ട്രാവൽ എന്ന് പറയുന്നത്. നമുക്ക് മൈൻഡ് കുറെ ക്ലിയർ ആക്കുന്നത്, കൂളാക്കുന്നത്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാവലിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു മെറ്റീരിയലിസ്റ്റിക് കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ഫുഡ് ഒരു പരിധിവരെ മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യം ജീവിക്കാൻ ഫുഡ് വേണം, അത് നമ്മൾ കഴിക്കണം, അതിനുള്ള പൈസ നമ്മൾ ചെലവാക്കുന്നതിനെ കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ അതിനും ലിമിറ്റ് വെച്ചിട്ട് മാത്രമേ ചെലവാക്കാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോകും. കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഗിൽട്ടായിരിക്കും. അത് കഴിച്ചില്ലേ, അത് കഴിച്ച് ഇനി വണ്ണം വെക്കുമോ, അങ്ങനെ ബോഡിക്ക് നല്ലതല്ലല്ലോ, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം നല്ലതാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ഹെൽത്തിന് നല്ലതാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക് ഞാൻ പൈസ ചെലവാക്കൂല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെലവാക്കരുത് എന്നോ, നിങ്ങൾ അങ്ങനെ ചെലവാക്കുന്ന ആൾക്കാരൊക്കെ മോശമാണെന്നോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെയുള്ള ആളും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ചെലവാക്കാം, ഫുഡിൽ ചെലവാക്കാനോ ഡ്രസ്സിൽ ചെലവാക്കാനോ, ഇപ്പോൾ ഐഫോൺ, അതുപോലെ കാറ്, ബൈക്ക്, എന്തൊക്കെയാ അങ്ങനെയൊക്കെ ചെലവാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെലവാക്കിക്കോ. അതൊന്നും നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസയാണ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ആവശ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നോട് പലരും പറയേണ്ട ഒരു സ്കൂട്ടി എടുത്തൂടെ, ഒരു വണ്ടി എടുത്തൂടെ, ട്രാവൽ കുറച്ച് ലോങ് ആണ് എനിക്ക്, അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ മനസ്സുകൊണ്ട് അതൊന്നും തോന്നില്ല. കാരണം നമുക്ക് ബസ് തൊട്ടടുത്തുണ്ട്, കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ് കയറാം, പിന്നെ അവിടെ പോയി 2 ബസ് കയറണം, അപ്പോൾ അവിടെ പോയി ഇറങ്ങി പിന്നെ വീണ്ടും വേറെ ബസ് കയറണം. അപ്പൊ എന്തായാലും ഇതൊക്കെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. അതായത് കുറേ നടന്നു പോയി അങ്ങനെ അത്രയും കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഓക്കെയാണ്. നമ്മള് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എമൗണ്ട് അത്രയും ചെലവാവില്ല. പിന്നെ ഒരു ബൈക്കും സ്കൂട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനത്രയും പൈസ വേണം. IMA ആണെങ്കിൽ IMA അടക്കണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്തിനാ എടുത്തു വെക്കുന്നത്? നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് ട്രാവൽ ചെയ്യാന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ പോകുന്ന ആളാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു വണ്ടി വാങ്ങാം, അതുകൊണ്ട് എനിക്ക് പറ്റായൊന്നുമില്ല. പക്ഷെ എനിക്കത് ചെയ്യാൻ തോന്നിയിട്ടില്ല. അത് ചെയ്യുന്നത് കുറ്റാന്നല്ല ഞാൻ പറയുന്നത്. അത് ചെയ്യുന്നത് അവർക്കത് ഇഷ്ടമാണെങ്കിൽ അത് അവർ ചെയ്യും. കാരണം വണ്ടി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെ പോകാനും വരാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതുവരെ എനിക്കത് തോന്നിയിട്ടില്ല. എനിക്കത് അത്രയും ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴാണോ അത് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ചെയ്യും. അത് ഷുവറായിട്ടും ചെയ്യും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഞാൻ അതിനാണ്
ജോലി ചെയ്യുന്നത്. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളിലാണോ, എന്ത് കാര്യം, ട്രാവലിലാണോ, എന്തിലൊക്കെ നിങ്ങൾ പൈസ ചെലവാക്കുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിലും നിങ്ങൾ ഫസ്റ്റായിട്ട് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ ചെലവാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ബോഡിയിലാണ്. നിങ്ങളുടെ ബോഡിയിൽ ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ പൈസ ചിലവാക്കി നിങ്ങൾ ഇതാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പൈസ നിങ്ങൾ ചിലവാക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ലോങ് റണ്ണിൽ ഉണ്ടാവുക. കാരണം നമ്മുടെ ബോഡിയാണ് നമ്മുടെ കൂടെ കാലാകാലം നിൽക്കാൻ പോകുന്നത്. നമ്മളൊന്ന് വ്യക്തി ഫുള്ളാവുന്നത് ഈ ബോഡി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിലൂടെയാണ് പോകുന്നത്. അത് നമ്മൾ എത്ര വർഷം ജീവിക്കുന്നത്, നമ്മൾ കുറച്ച് മാക്സിമം ഇപ്പം നമുക്കൊരു 50 വയസ്സിലൊരു അസുഖം വരാനിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ബോഡി കുറച്ച് നല്ലതായി വെച്ചാൽ ചിലപ്പോൾ ആ അസുഖം നമുക്ക് 60-ലായിരിക്കും വരുള്ളൂ. അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ചിലപ്പം വരും, പക്ഷെ അത് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടാം. അങ്ങനെ പല ബെനിഫിറ്റുകളുണ്ട്. അപ്പം നമ്മൾ ഈ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്, നമ്മളൊരു ഒന്ന് ജോലിയൊക്കെ കിട്ടി നമ്മളൊരു സ്വന്തം കാലിൽ നിന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെക്കപ്പുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, നമുക്ക് എന്തൊക്കെ മെൻസ് ആണെങ്കിൽ വേറെ, ലേഡീസ് ആണെങ്കിൽ വേറെ, ഓരോരുത്തർക്കും ഓരോ ഏജ് വയസ്സ്, ഒരു 18 വയസ്സോ 20, 25, 30+, 40+, അങ്ങനെ ഓരോരുത്തരുടെ ഏജും ജെൻഡറും വെച്ചിട്ടുള്ള ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഇയർലി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഇല്ലേ, അങ്ങനത്തെ ചെക്കപ്പുകൾ, അങ്ങനെ നമ്മളെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ചെക്കപ്പുകൾ ചെയ്യുക. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുക. അല്ല വേറെ എന്തെങ്കിലുമാണ് ഇഷ്ടം, സുംബ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കുക. എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് വർക്കൗട്ട് എന്നുള്ളത്. അതൊരു ജിമ്മിൽ മെമ്പർഷിപ്പ് ഒരു 1000 ഒരു മാസത്തിൽ ഇത്ര ആവുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പൈസയാണ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഹെൽപ്പേ ഉണ്ടാവുള്ളൂ. അതൊരു വെറുതെയുള്ള ഒരു ചെലവായിട്ടല്ല വരിക. നിങ്ങൾ വേറെ എന്തിൽ ചെലവാക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നത്. വൈറ്റമിൻസ് ഓരോ ഏജ് അനുസരിച്ച് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, അങ്ങനെ കുറേ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ബോഡിക്ക് ആവശ്യമുണ്ട്. അതിനാവശ്യമായ ടാബ്ലറ്റ്സ്, ചെക്കിങ് ഒക്കെ ചെയ്യുക. അതുപോലെ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നല്ല നല്ല ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്. ഒരു ഏജ് ഹോർമോൺ ഇംബാലൻസിനൊക്കെ കുറേ ഹെൽപ്ഫുള്ളാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ നമ്മൾ അല്ലാതെ കിട്ടില്ലേ സീഡ്സ് ഒക്കെ ഇല്ലേ, സെസമേ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, അങ്ങനത്തെ കുറേ ടൈപ്പ് സീഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്. അത് മെൻസിൻ്റെ ബോഡി ആണെങ്കിലും ലേഡീസിൻ്റെ, എസ്പെഷ്യലി ലേഡീസിൻ്റെ ബോഡി, അവർക്ക് നല്ല ഹോർമോൺ റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യത്യാസം തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. കാരണം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ബോഡി നമ്മൾ നോക്കുക, ഹെൽത്ത് നമ്മൾ നോക്കുക, നമുക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതൊക്കെ ഇത് ഞാൻ നിങ്ങളോട് നിർബന്ധമായും പറയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കേസ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ പക്ഷേ ഈ കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ട കാര്യം, ഒരു ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ചിലവ് വന്നു കഴിഞ്ഞാൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു അസുഖത്തിനെ അപ്രോച്ച് ചെയ്യാനും അത് നമുക്ക് റിക്കവർ ആയിട്ട് വരാനും, അല്ലെങ്കിൽ നമുക്കതൊരു വലിയ ബേർഡനായി മാറും. നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള പൈസ ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അതിപ്പോൾ ഒരു നോർമലി നമുക്ക് വരുന്ന അസുഖങ്ങളാണെങ്കിലും, ഒരു പ്രഗ്നൻസി ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് നമുക്ക് വരുന്ന ആക്സിഡൻസ്, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, അങ്ങനത്തെ ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങളായാലും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കും. അത് മന്ത്ലി ഇത്രയാണ്, മന്ത്ലി EMI ആയിട്ടൊക്കെ അത് ചെയ്യാൻ പറ്റും. ഓരോ സ്കീമിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പലരും ഉണ്ടാവും.
ഇയർലിയാണ് അതിന് പ്രീമിയം വരുന്നത്. അത് ഇങ്ങനെ EMI ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന സ്കീമുകൾ നോക്കിയെടുത്തിട്ട് അത് ഒക്കെ ചെയ്യുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ലൈഫ് ലോങ് നമുക്കും നമ്മുടെ ഫാമിലിക്കും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫാമിലിനെ ഉൾപ്പെടുത്തി ചെയ്യുക. അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ഭയങ്കര നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് സമാധാനത്തിൽ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടല്ലേ എനിക്ക് അസുഖം വന്നേ എന്നുള്ള ആ ഒരു ഗിൽട്ട് നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബോഡി മാക്സിമം ശ്രദ്ധിച്ചിട്ടും നമുക്കിങ്ങനെ അസുഖം വന്നു അത് നമ്മൾ ട്രീറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെയുള്ള ഗിൽട്ട് നമുക്കില്ല. അതുപോലെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് സമാധാനത്തിൽ ആ ഒരു അപ്രോച്ച് ചെയ്യാം ആ അസുഖത്തിനെ. ഇപ്പോൾ ഒരു ക്യാൻസർ പോലത്തെ വലിയ അസുഖങ്ങൾ വന്നു, അപ്പം നമുക്കതിനെ സമാധാനത്തിൽ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് റിക്കവറായി വരുന്ന ആ പ്രോസസ്സ് നമുക്ക് സമാധാനമായിരിക്കാം. അങ്ങനെ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ ഹെൽത്തിന് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. അപ്പോൾ എനിക്ക് ഇന്ന് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ആളാണെങ്കിലും ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ജെൻഡർ വൈസ് ഏജ് വൈസോ ഒന്നും പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങളെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ലോങ് റണ്ണിൽ അത് നമ്മൾ ഇന്നോ നാളെയോ മാത്രമല്ല നമ്മൾ ഈ ലോകത്തുള്ളത്, കുറേ വർഷങ്ങളുണ്ട്. അപ്പോൾ ആ വർഷങ്ങളിലൊക്കെ നമുക്ക് സമാധാനത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു നമ്മളതിനെ റിക്കവറായി നമ്മൾ തിരിച്ചു വരും. അങ്ങനെ തന്നെ വിചാരിച്ച് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തൊക്കെയാണ് എങ്ങനെയാണ് നിങ്ങൾ അങ്ങനത്തെ ആളാ എന്നെ പോലത്തെ ഞാൻ പറയുന്നത് ഫിസിക്ക് പോലത്തെ ആളാണോ, ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലവാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ, ഇഷ്ടപ്പെടാത്ത ആളാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായി അറിയിക്കണം. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ എന്നുകൂടി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.